മനസ്സിൽ ഉദയം ചെയ്ത ഒരു സംസ്കാര ഒരു അവതാര രൂപമാണമ്മ. ഈ രാജ്യത്തും ലോകത്തുണ്ടാകുന്ന മുഴുവൻ നീതി നിഷേധങ്ങൾക്കും സത്യനിഷേധങ്ങൾക്കുമെതിരെ, എല്ലാ നാരകീയ ശക്തികൾക്കുമെതിരെ ഉള്ള ദൈവത്തിൻ്റെ തീർപ്പ് കൽപ്പിക്കലുടെ ഒരു മാംസരൂപമാണ് അമ്മ. അതുകൊണ്ടാണ് സാത്താനോട് പറയണത്, നിനക്കും സ്ത്രീക്കും തമ്മിലും നിന്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അസത്യത്തിനെതിരെ ഞാൻ ശത്രുത ഉളവാക്കും, അനീതിക്കെതിരെ ഞാൻ ശത്രുത ഉളവാക്കും. എൻ്റെ മനസ്സിൽ ഒരവതാരം ജനിക്കും. അത് അവൾ എൻ്റെ മാനസപുത്രി എന്നറിയപ്പെടും. അവൻ്റെ കുതികാലിന് നീ പരിക്കേൽപ്പിക്കും. അവൻ നിൻ്റെ തല തകർക്കും. ആരാണ്? സ്ത്രീയിൽ നിന്ന് ജനിക്കുന്നവൻ. സ്ത്രീയിൽ നിന്ന്, അതാണ് ഉൽപ്പത്തി 3:15. അതാണ് അമ്മ രൗദ്രശക്തിയാണെന്ന് അച്ഛൻ പറയാൻ കാരണം. എൻ്റെ കയ്യിൽ നിന്ന് പറഞ്ഞതല്ല, രൗദ്രശക്തിയായിട്ട് തന്നെ ജനിപ്പിച്ചതാണ്. എന്താണ്? സാധാരണ നക്കാപ്പിച്ച പരിപാടിക്കുള്ള മിനിമം പ്രോഗ്രാമല്ല, അൾട്ടിമേറ്റ് വാറാണ്. ആത്യന്തിക യുദ്ധത്തിന് വേണ്ടി ജനിപ്പിച്ച ആളാണ്. ആഭിചാരത്തിനും ശുദ്രത്തിനും പിശാചിനും എതിരെയുള്ള നാരകീയ ശക്തികൾക്കെതിരെയുള്ള അൾട്ടിമേറ്റ് ആൻസർ അമ്മയാണ്. കൈയൊടിച്ച് കർത്താൻ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകള്, നീതി ലഭിക്കാത്ത കേസിൽ കുടുങ്ങിക്കിടക്കുന്നവര്, വസ്തുസംബന്ധമായ കേസ് എല്ലാം സമർപ്പിക്കട്ടെ. പരിശുദ്ധമ്മേ, എല്ലാ മേഖലകളിലും ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. രുദ്രശക്തി, സാത്താൻ്റെ മേലുള്ള വിജയത്തിൻ്റെ ശക്തിയെ വിശ്വാസി എന്നാണ് തിരിച്ചറിയണത്, അന്ന് അവൻ ഈ ലോകത്തൊരു ചുക്കും പേടിക്കത്തില്ല. തൻ്റെ ദൈവ പൈതൽ ഒരു ചുക്കും ഈ ലോകത്തെ പേടിക്കരുതെന്ന് അവനോട് പറഞ്ഞത് ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവാണ്. അല്ലേ? ആരെ ഭയപ്പെടണമെന്ന് ഞാൻ പറഞ്ഞു തരാമെന്നല്ലേ പറഞ്ഞത്? ലൂക്കാ 12:5 എന്താ പറഞ്ഞത്? ആരെ ഭയപ്പെടണമെന്ന് ഞാൻ പറഞ്ഞു തരാം. എൻ്റെ അർത്ഥം എന്താണ്? കൊന്നതിന് ശേഷം നരകത്തിൽ തള്ളിക്കളയാൻ കഴിയുന്നവനെ മാത്രം ഭയപ്പെടണമെന്ന്, ദൈവത്തെ മാത്രം ഭയപ്പെടണമെന്ന് കൈ അടിച്ചു കർത്താൻ ശ്രമിക്കുക. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലുള്ള ഭീഷണികള്, ഞങ്ങളുടെ ഭയങ്ങള്, ലോകത്തെക്കുറിച്ച്, കടത്തെക്കുറിച്ച് എല്ലാം സമർപ്പിക്കുന്നു. അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എല്ലാവരും ഭയപ്പെടേ ആരാധനയും സ്തുതിയും പൊഴിച്ചുണ്ടായിരിക്കട്ടെ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ നീ ഞങ്ങളോട് പറഞ്ഞു. 1 തെസ്സലോനിക്ക 15:16 5:16 ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയിൽ വിശ്വസിച്ചുകൊണ്ട്, അങ്ങയിൽ പ്രത്യാശിച്ചുകൊണ്ട് ഏത് സാഹചര്യത്തിൽ സന്തോഷത്തോടെ ഇരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവേ, ലൂക്കാ 12:5 അനുസരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആരെയും ഭയപ്പെടണമെന്ന് ഞാൻ പറഞ്ഞു തരാം. കർത്താവേ, അങ്ങയെ മാത്രം ഭയപ്പെട്ട് കടങ്ങളെ, ക്യാൻസറിനെ, മറ്റൊന്നിനെയും ഭയപ്പെടാതെ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ വിശ്വാസത്തിന്റെ, പ്രത്യാശയുടെ അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ.
നേരവും ആരാധനയും സ്തുതിയും പോയിച്ചത് പരിശുദ്ധ ഭക്ഷാവ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. മോക്ഷകവാടം തുറക്കും. ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പതിരയ്ക്കുണ്ടാകുന്ന അതിൻ്റെ ഏറ്റവും താഴെ ഭാഗങ്ങൾ, പതിരയുടെ താഴെ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഇടതുവശം താഴെ ഭാഗം പതിരയുടെ, അത് അടർന്നു നിൽക്കണ പോലെയാണ് കാണുന്നത്. അതായത് വിട്ട് നിൽക്കണ പോലെയാണ്. അത് കാരണം അത്രയ്ക്ക് 35% പതിരക്ക് പ്രവർത്തനക്ഷമമുള്ളൂ. ആ സ്ഥലങ്ങളിലേക്ക് ബ്ലഡ് കടക്കണമില്ല. അത് കാരണം ഇൻഫെക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ പതിരെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സുഡലിയ ചവണ പോലെ, പണ്ടത്തെ ചവണ പോലെ ഒരു പല്ലിൻ്റെ അടയാളം. നമുക്കറിയാലോ, പല്ലിൻ്റെ ചില പല്ലുകൾ ചവണ പോലെ ഇരിക്കണത്. അതിൻ്റെ ബാക്കിൽ വേര് മേലോട്ട് പോയിട്ട് 2 കവര, താഴെയും കൊടിൽ പോലെ നിൽക്കണ സ്ഥലത്തും 2 കവര. അത് പല്ലിൻ്റെ സ്ട്രക്ചറാണ്. പല്ലിതുപോലെ എന്തോ കുഴപ്പം പിടിച്ച രീതിയിൽ വേരുകൾ ചീയുകയോ കടുത്ത വേദന അനുഭവിക്കുകയോ പല്ലിന് ക്യാൻസർ ഉണ്ടാകുകയോ പല്ലുമായി ബന്ധപ്പെട്ട അസുഖമാണ്. കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ആ സാക്ഷ്യങ്ങൾ കേട്ടില്ലേ? അതായത് ഉടമ്പടി ചെയ്തയാളാണ്. അവർ പറയും ഇങ്ങനെ ഈ ഉടമ്പടി തൈലം കൊടുത്തുവിടാൻ പറ്റത്തില്ല, എങ്കിലും അവരത് ഒരു തുള്ളിയെടുത്ത് ഉടമ്പടി ചെയ്യാത്ത ആളിന് കൊടുത്തു. അതാണ് ടീച്ചർ അവസാനം പറഞ്ഞിട്ട് പോയത്, അല്ലേ? ഒരു കാര്യം കൂടി പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. ഞാൻ ഉടമ്പടി ചെയ്ത ആളല്ല, ഉടമ്പടി ചെയ്ത ആളാണ്. എൻ്റെ ആങ്ങളയുടെ ക്യാൻസറിൻ്റെ മുഴയിൽ ഇൻഫെക്ഷനുള്ള സ്ഥലത്ത് പുരട്ടാൻ വേണ്ടി ഉടമ്പടി തൈലം തന്നിട്ട് ആ മുറിവ് കരിഞ്ഞു പോയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ എന്താ വന്നതെന്നറിയാമോ? ഈ ഉടമ്പടി ചെയ്യുന്നവർക്ക് എന്താ സംഭവിക്കണമെന്ന് എൻ്റെ സഹോദരങ്ങൾ അറിയണം. ഉടമ്പടി ചെയ്യുന്നവർക്ക് എന്താണ് സംഭവിക്കുന്നത്? അവർ ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ് നമുക്കറിയില്ല, ഉടമ്പടി എന്തിൻ്റെ പ്രാർത്ഥനയാണ്? വാഗ്ദാന പേടകത്തിൻ്റെ പ്രാർത്ഥനയാണ്. അതായത് ഉടമ്പടി ചെയ്യുന്ന വ്യക്തികൾ ഓട്ടോമാറ്റിക്കായിട്ട് വാഗ്ദാന പേടകമായി മാറും. അതെപ്പോഴും. അപ്പം നിങ്ങൾ ചോദിക്കും, എന്താണ് വാഗ്ദാന പേടകം? വാഗ്ദാന പേടകത്തിന് എന്ത് സംഭവിക്കുന്നു? എന്താണ് വാഗ്ദാന പേടകം എന്ന് പറയുന്നത്? കർത്താവിൻ്റെ വചനം ഉള്ളടക്കം ചെയ്ത പേടകമാണ് വാഗ്ദാനത്തിൻ്റെ പേടകം. വാക്കെന്ന് പറയുന്നത് എന്താ? വാഗ്ദാനം എന്ന് പറയുന്നത് എന്താണ്? എല്ലാ വാക്കിൻ്റെ ഉള്ളിലും ദാനം വച്ചിരിക്കും. അതാണ് വാഗ്ദാനം. നമ്മുടെ വചനത്തിനും ദൈവത്തിൻ്റെ വചനത്തിനും തമ്മിലുള്ള വ്യത്യാസം അതാണ്. എന്താണ്? ദൈവത്തിൻ്റെ ഓരോ വചനത്തിലും എന്തുണ്ടാകും? ദാനം ഉണ്ടാകും. അത് ഇഹത്തിലെ ദാനങ്ങളുണ്ട്, പരത്തിലെ ദാനങ്ങളുണ്ട്, ഇല്ലേ? ഇഹത്തിലെ ദാനങ്ങളുണ്ട്, പരത്തിലെ ദാനങ്ങളുണ്ട്. അപ്പോൾ പരദാനങ്ങളെല്ലാം, ഇഹത്തിലെ ദാനങ്ങളെല്ലാം നമ്മളുടെ വീട്, സ്ഥലം. ഇപ്പം ആദ്യം സാക്ഷ്യം പറഞ്ഞ സഹോദരി പറഞ്ഞില്ലേ, 1 കൊല്ലം കൊണ്ട് വീടുണ്ടായെന്ന് പറഞ്ഞില്ലേ? പക്ഷെ വീടുണ്ടാക്കാനുള്ള ഒരു മാർഗവും അവരുടെ കയ്യിലില്ല എന്ന് പറഞ്ഞില്ലേ? ഉടമ്പടി ചെയ്യുമ്പോൾ വീടെങ്ങനെ ഉണ്ടാകുമെന്നതിനെക്കുറിച്ചൊരു ധാരണ പോലും ഇല്ല എന്ന് പറഞ്ഞു, അല്ലേ? പക്ഷെ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ വീടുണ്ടായി. അതെന്താ കാര്യം? വീടിനെക്കുറിച്ച്
ദാനം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. വീട്, ജോലി, ഉദ്യോഗം എല്ലാം ദാനത്തിലുള്ളതാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലുള്ളതാണ്. ഈ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലുള്ളത് ഇപ്പോൾ ഗവൺമെൻറ്റിൽ ചെന്നാൽ നമ്മൾ ഇപ്പോൾ പശുവിനെ ചോദിച്ചാൽ ഇപ്പോൾ ബ്ലോക്കിൽ തന്നെ പറയണത് ഇപ്പം സ്കീമിൽ അതില്ല എന്ന് പറയും, സ്കീമിലുള്ളത് ആടാണെന്ന് പറയും. അപ്പോൾ നമ്മൾ ആടിനെ വെച്ചാൽ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ. സ്കീമിലുള്ളതാണ്. ഗവൺമെൻറ് സ്കീം അനുസരിച്ചാണ്, പദ്ധതി അനുസരിച്ചാണ് സ്കീംസ് ഉണ്ടാക്കുന്നത്. അതനുസരിച്ച് അതിന് ആപ്ലിക്കേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കത് കിട്ടണത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്കീമിലുള്ള സംഭവമാണ് വാഗ്ദാനം എന്ന് പറയുന്നത്. അത് നിൻ്റെ IELTS, നിൻ്റെ ഹാദ്, MOH എല്ലാം സ്കീമിലുള്ളതാണ്. എന്താ, ഏത് സ്കീമാണത്? നിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ ഞാൻ അഭിവൃദ്ധിപ്പെടുത്തും, നിൻ്റെ അപ്പക്കുട്ടയും മാവ് കുഴക്കുന്ന കലവും ഞാൻ അനുഗ്രഹിക്കും. അതാണ് സ്കീം എന്ന് പറയണത്. എന്താണത്? അത് നിയമാവർത്തന പുസ്തകം 28, നിയമാവർത്തനം 28, 4 തൊട്ട് 12 വരെ വചനങ്ങൾ സ്കീമാണ്, വാഗ്ദാനത്തിൻ്റെ സ്കീമാണ്. അവിടെ നിനക്ക് കടം മേടിക്കേണ്ടി വരത്തില്ല, നീ കടം കൊടുക്കുന്നവനാകുമെന്നൊക്കെ പറഞ്ഞാൽ എന്താ, സ്കീമാണ്. എന്താ, നിൻ്റെ സമ്പത്ത് ഞാൻ വർദ്ധിപ്പിക്കുമെന്നാണ് എൻ്റെ അർത്ഥം. എൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കും. സമ്പത്ത് വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യണം? ജോലി വേണം, അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം ജീവന ഉപാധികളും ഉപായങ്ങളും എല്ലാം സ്കീമിലുള്ളതാണ്. ഇതാണ് വാഗ്ദാനമെന്ന് പറയണത്. ഈ വാഗ്ദാനം നമ്മളെന്താ ചെയ്യണത്? പ്രാപിക്കുകയാണ് ചെയ്യണത്. വാഗ്ദാനം എങ്ങനെയാണ് നമ്മൾ പ്രാപിക്കണത്? വിശ്വാസം കൊടുക്കുമ്പോഴാണ് വാഗ്ദാനം പ്രാപിക്കണത്. നമ്മളെന്താ കൊടുക്കണത്? വിശ്വാസം. ആ വാക്കിൽ അപ്പം നമ്മൾക്ക് മരിയൻ ഉടമ്പടിയിലുണ്ടാകുന്ന ഗുണമെന്താ? അമ്മ കൂടി സാക്ഷ്യം വഹിക്കും. എൻ്റെ മോളാണെന്ന് പറയും, എൻ്റെ മകനാണെന്ന് ഈശോനോട് പറയും. അമ്മയുടെ സാന്നിധ്യം ഉണ്ടാവും. അതാണ് മരിയൻ ഉടമ്പടി ഇത്രയും സ്പീഡ് വരാൻ കാര്യം. സാധാരണ വാഗ്ദാനങ്ങളെക്കാളും അതിന് മീഡിയേഷൻ ഇല്ല. ഇപ്പം ഞാൻ ഇടയ്ക്ക് ഓർക്കുകയെ, മോസസിൻ്റെ കാലത്ത് മോസസിനോട് വാഗ്ദാനം കൊടുത്തെന്നുണ്ടെങ്കിലും അത് 40 കൊല്ലം കഴിഞ്ഞല്ലേ മോസസ് തേനും പാലും ഒഴുകുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നത്. സമയം ലാഗ് ചെയ്യണില്ലേ? എബ്രഹാത്തിന് വാഗ്ദാനം കൊടുത്തെങ്കിലും എബ്രഹാം അത് വിശ്വസിച്ചെങ്കിലും ഉൽപ്പത്തി 15:6 അനുസരിച്ച് കൊണ്ട് അതിന് അവകാശമായി തീർന്നെങ്കിലും 25 കൊല്ലം കഴിഞ്ഞല്ലേ കുഞ്ഞിനെ കിട്ടിയത്. എന്തുകൊണ്ടാണ് അങ്ങനെ അത്രയും താമസിച്ചത്? എബ്രഹാത്തിനും ദൈവത്തിനും ഇടയ്ക്ക് അമ്മയില്ലാണ്ട് പോയി. എന്തുകൊണ്ടാണ് മോസസിൻ്റെ വാഗ്ദാനം താമസിച്ചത്? മോസസിനും ദൈവത്തിനും ഇടയ്ക്ക് അമ്മയില്ലാണ്ട് പോയി. സമയമായില്ല എന്ന് പറയുമ്പോൾ സമയമായി എന്ന് പറയാൻ അവർക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കാൻ ഒരമ്മ ആവശ്യമുള്ളത് കൊണ്ടാണ് ദൈവം കർത്താവിൻ്റെ കാലത്ത് അമ്മയെ തന്നത്. കൈ ഇടിച്ച് കർത്താവ് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അമ്മയ്ക്കുള്ള പ്രത്യേകത എന്താ? ഈ മാധ്യസ്ഥ ശക്തിയുടെ, അമ്മയുടെ മാധ്യസ്ഥതയുടെ പ്രത്യേകത എന്താ? അമ്മ കർത്താവിൻ്റെ ദാസിയാണ്. അതാണ് പ്രശ്നം. അമ്മ വാഗ്ദാനത്തിൻ്റെ പേടകമാണ്. 2 തരത്തിലാണ് അമ്മ വാഗ്ദാനത്തിൻ്റെ പേടകമാകുന്നത്. ഒന്നെന്താണ്? വചനത്തെ മാംസമാക്കി ഉദരത്തിൽ സംഭവിച്ചപ്പോൾ അമ്മ വാഗ്ദാനത്തിൻ്റെ പേടകമായി, വചനത്തിൻ്റെയും ദാനത്തിൻ്റെയും പേടകമായി. വചനത്തെ വിശ്വസിച്ചുകൊണ്ട് ഹൃദയത്തിൽ സംഭവിച്ചപ്പോഴും അമ്മ വാഗ്ദാനത്തിൻ്റെ പേടകമായി. 2 തരത്തിലാണ്. ഈശോനെ പ്രസവിച്ച് കഴിഞ്ഞാലും അമ്മ വാഗ്ദാന പേടകമായി നിൽക്കും. എന്താ കാര്യം? ലൂക്കാ 1:45 അനുസരിച്ച് കൊണ്ട് കർത്താവ് നിന്നോട് അരുളിച്ചത് വചനങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചപ്പോഴേ അമ്മയുടെ ഹൃദയത്തിലെ കർത്താവിൻ്റെ വചനം കുടികൊള്ളുന്ന കൈ അടിച്ചു കർത്താവ് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിനായിരിക്കട്ടെ. അമ്മയ്ക്ക് ഇത്രയും ശക്തി എന്താണെന്നാണ് പറഞ്ഞത്? അമ്മ 2 കാര്യമാണ്. ഒന്ന്, അമ്മ വാഗ്ദാന പേടകമാണ്. അമ്മ 2 തരത്തിലുള്ള വാഗ്ദാന പേടകമായത് വചനത്തെ മാംസമായ ഉദരത്തിൽ ധരിച്ചു, വചനത്തെ വിശ്വസിച്ചുകൊണ്ട് ഹൃദയത്തിൽ ധരിച്ചു. 2 തരത്തിലും അമ്മ വാഗ്ദാന പേടകമാണ്. നമ്മൾക്കും ഈ 2ാമത്തെ ഫോർമുല അനുസരിച്ച് കൊണ്ട് നമ്മൾക്കും വാഗ്ദാന പേടകമായി മാറാം, അല്ലേ?
ലൂക്ക 1:45 അനുസരിച്ച് കൊണ്ട് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ, ദൈവവചനം വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മളും വാഗ്ദാനത്തിൻ്റെ പേടകമായി മാറും. നമ്മൾ വാഗ്ദാനത്തിൻ്റെ പേടകമാകാൻ വേണ്ടിയാണ് ഈ ഉടമ്പടിയുടെ നിബന്ധനകൾ നമ്മൾ പാലിക്കുന്നത്. മനസ്സിലായോ മക്കളെ? ഉടമ്പടിയുടെ നിബന്ധനകളില്ലേ? ഇപ്പം ഞങ്ങൾ ഉടമ്പടി ചെയ്തതെന്ന് പറഞ്ഞാൽ എന്താണ് അച്ഛൻ അംഗീകരിക്കാത്തത്? എന്താ? അച്ഛൻ അംഗീകരിക്കണമെങ്കിൽ നിബന്ധനകൾ വെരിഫൈ ചെയ്തിട്ടുണ്ടെന്ന് നോക്കും. നിബന്ധനകളാണ് ഉടമ്പടിയുടെ ഉടലെന്ന് പറയണത്. എന്താ കാര്യം? ഉടമ്പടിയുടെ നിബന്ധനകൾ പാലിച്ച് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ കാര്യം. ഈ നിബന്ധനകളാണ് നമ്മൾ വാഗ്ദാന പേടകമാക്കുന്നത്. ഉടമ്പടി എടുത്തുകൊണ്ടല്ല. ഉടമ്പടി എടുത്തുകൊണ്ട് ആരും വാഗ്ദാന പേടകമാകത്തില്ല. ആ ഉടമ്പടി പാലിക്കുമ്പോഴാണ് നമ്മൾ വാഗ്ദാന പേടകമാകണത്. ഉടമ്പടിയുടെ വചനങ്ങൾ പാലിക്കുമ്പോൾ. ഉടമ്പടിയുടെ വചനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉടമ്പടിയുടെ വചനങ്ങളിൽ ഒന്ന് എന്താ? വിശ്വാസമാണ്. എബ്രാഹാം ഈ വാഗ്ദാനത്തെ അവകാശമാക്കുന്നത് എങ്ങനെയാണ്? എബ്രാഹാം വിശ്വസിച്ചു, അവനെ അത് നീതിയായി പരിഗണിക്കപ്പെട്ടു. 15:6 അല്ലേ? ആ വിശ്വാസം എങ്ങനെയാണ് കിട്ടിയത് എബ്രാഹത്തിന്? വിശ്വാസം കേൾവി നിന്ന് അല്ലേ? കർത്താവിൻ്റെ വർത്തമാനത്തിൽ നിന്നാണത് കിട്ടിയത്. വിശ്വാസം കേൾവി നിന്ന്. കേൾവി പുതിയ നിയമത്തിൻ്റെ കാലം വരുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വചനങ്ങളിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. 10:9 റോമ 10:9. അപ്പോൾ അതാണ് പ്രിലിമിനറി ഫെയ്ത്ത്, ബേസിക് ഫെയ്ത്ത്. ബേസിക് ഫെയ്ത്താണ് ആ അടിസ്ഥാന വിശ്വാസം. അതെന്താണ്? കേൾവിയും നമുക്ക് ലഭിക്കുന്നതാണ്. മാതാപിതാക്കന്മാരിൽ നിന്നോ, പള്ളിയിലെ ധ്യാന പ്രസംഗങ്ങളിൽ നിന്നോ, കുർബാന പ്രസംഗങ്ങളിൽ നിന്നോ, വേദപാഠത്തിൽ നിന്നോ നമുക്ക് ലഭിക്കുന്നതാണ് കേൾവി എന്നുള്ള ബേസിക് ഫെയ്ത്ത്. പക്ഷേ ഈ അടിസ്ഥാന വിശ്വാസം കൊണ്ട് ചില കാര്യങ്ങൾ നടക്കത്തില്ല. അടിസ്ഥാന വിശ്വാസങ്ങൾ കൊണ്ട് നടക്കാത്തതിൻ്റെ കാരണം, ചില കാര്യം നടക്കാത്തതിൻ്റെ കാരണം അടിസ്ഥാന വിശ്വാസങ്ങൾ വ്യക്തിയുടെ നിലപാട് വ്യക്തമാക്കാൻ പോകുന്നതല്ല. വ്യക്തിയുടെ നിലപാട് എന്താണെന്ന് നോക്കണം. വ്യക്തി എന്ത് കേട്ടതെന്ന് മാത്രമല്ല നോക്കുക, എന്ത് വിശ്വസിക്കണം എന്നല്ല നോക്കണത്. ഈ വിശ്വാസത്തെ നീതീകരിക്കണം. നമ്മുടെ വിശ്വാസത്തെ, വാഗ്ദാനത്തെ നമ്മൾ നേടുന്നത് വിശ്വാസം കൊണ്ടാണ് നീതീകരിക്കണത്. ഇനി വിശ്വാസത്തെ നീതീകരിക്കണം. വിശ്വാസത്തെ നീതീകരിക്കണത് എങ്ങനെയാണ്? പ്രവൃത്തി മൂലമാണ് വിശ്വാസത്തെ നീതീകരിക്കുന്നത്. എന്ത് പ്രവൃത്തിയാണ്? വിശ്വാസത്തെ സുഹൃതം കൊണ്ടും. നമ്മൾ പറഞ്ഞില്ലേ 2 പത്രോസിൻ്റെ 1:5 വിശ്വാസത്തെ സുഹൃതം കൊണ്ടും, സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും, ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും, ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും, ക്ഷമയെ സഹോദര സ്നേഹം കൊണ്ടും, സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും പൂർണ്ണമാക്കാൻ പറയും. അവിടെയാണ് വിശ്വാസം. അതെല്ലാം അതിനാണ് നമ്മൾ നിബന്ധനകൾ പൂർത്തിയാക്കുന്നത്. വിശ്വാസത്തെ നമ്മൾ നീതീകരിക്കണത് എങ്ങനെയാണ്? പ്രവൃത്തി മൂലമാണ്. എന്ത് പ്രവൃത്തി? സുഹൃതം. സൽപ്രവൃത്തിയല്ല, സൽപ്രവൃത്തിയല്ല സുഹൃതം എന്ന് പറയണത്. എന്താണ്? ഇപ്പോഴ് മത്തായിയുടെ ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായം 2-ാം വാക്യം. മത്തായി ശ്ലീഹായുടെ സുവിശേഷം. സൽപ്രവൃത്തിക്കുള്ള ഗുണമെന്താ? അപ്പം തന്നെ പ്രതിഫലം കിട്ടും. ആരിൽ നിന്ന്? മനുഷ്യരിൽ നിന്ന്. മനുഷ്യരിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലത്തിന് സൽപ്രവൃത്തിയെന്നും ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലത്തിന് കൃപാവര പ്രവൃത്തികളെന്നും പറയുന്നു. പിടിയാ, സൽപ്രവൃത്തികൾ നമ്മൾ കുറേ ചെയ്യണതാണേ. പക്ഷെ വായിക്കുമ്പോൾ എന്താ പറയണത്? നിൻ്റെ രഹസ്യമായി ചെയ്യുന്ന പ്രവൃത്തികളാണ് കൃപാവര പ്രവൃത്തികൾ. മത്തായി 6:2-3 നിൻ്റെ വലത് കൈ ചെയ്യുന്ന എന്താണെന്ന് ഇടത് കൈ അറിയാതിരിക്കട്ടെ. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒരു സൽപ്രവൃത്തി ചെയ്താൽ മറ്റുള്ളവർ എന്നുള്ള വിഷയം വന്നാൽ, ഇപ്പം മറ്റുള്ളവരുടെ പ്രശംസ, മനുഷ്യ പ്രശംസ ലക്ഷ്യമാക്കി നീ ദാനം ചെയ്യുമ്പോൾ നിൻ്റെ മുന്നിൽ കാഹളം മുഴക്കരുത്. ഇല്ലേ? അതെന്താണ്? മത്തായി ശ്ലീഹായുടെ സുവിശേഷം 6:3 നീ ദാനം ചെയ്യുമ്പോൾ നിൻ്റെ മുൻപിൽ കാഹളം മുഴക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാരെ കൊട്ടിഘോഷിച്ചുകൊണ്ട് ആർക്കും ഒന്നും കൊടുക്കരുത്. പണ്ട് അങ്ങനെ സംഭവം ചെയ്യുമായിരുന്നു. ഇവരെല്ലാം ഈ ശനിയാഴ്ച ദാനം ചെയ്യുന്ന ആൾക്കാരായിരുന്നു.
നിയമജ്ഞരും ഫരിസേയരും. അപ്പോൾ അവരെന്ത് ചെയ്യും? ദാനം ചെയ്യണമെന്ന് മണിയടിക്കും. പള്ളിയുടെ വാതിൽക്കൽ വന്നിട്ട് മണിയടിക്കും, കൊച്ചു മണിയടിക്കും. അപ്പോൾ ആൾക്കാർ ഭക്ഷണമില്ലാത്തവരും അപ്പമില്ലാത്തവരും കാശില്ലാത്തവരും ധർമ്മക്കാരൊക്കെ ഓടി ഈ നിയമജന്മാരുടെ അടുത്ത് ചെല്ലുമ്പോൾ മണിയടി കേൾക്കുമ്പോൾ ഓർക്കും ദാനം ചെയ്യണമെന്ന്. അപ്പോൾ ഇയാൾ ദാനശീലനായിട്ട് നാട്ടുകാർ ഇദ്ദേഹത്തെ പരിഗണിക്കും. അതുകൊണ്ട് ഈശോ പറയും, ആ നാട്ടുകാർ തന്നെ പ്രതിഫലം കൊടുത്തു കഴിഞ്ഞു. നാട്ടുകാരുടെ പ്രതിഫലം കിട്ടുന്ന പരിപാടിയാണ് സൽപ്രവൃത്തികൾ. അത് സുഹൃതമല്ല. വിശ്വാസത്തെ അങ്ങനെ നാട്ടുകാരിൽ നിന്ന് പ്രതിഫലം വാങ്ങിക്കുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് പരിപൂർണമാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പത്രോസ് പറയണത് വിശ്വാസത്തെ സുഹൃതം കൊണ്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃപാവര പ്രവർത്തികൾ കൊണ്ടും, അതായത് ദൈവത്തിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ച് ചെയ്യുന്ന പ്രവർത്തികൾ. നമ്മുടെ ഉടമ്പടി നിബന്ധനകളെല്ലാം അങ്ങനെയാണ്. ഞാൻ രോഗിയായിരുന്നു എന്ന് പറയുമ്പോൾ, കർത്താവേ നിന്നെ രോഗിയായി ഞങ്ങൾ എപ്പോഴാണ് കണ്ടതെന്ന് പറയുമ്പോൾ, ഈ എളിയവർക്ക് ഒരുവന് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. അതായത് മറ്റുള്ളവരിൽ നമ്മൾ വോട്ട് കണ്ടുകൊണ്ടാണ് ചില ആൾക്കാരെ സഹായിക്കുന്നത്. പാർട്ടി കണ്ടുകൊണ്ടാണ് ചില ആൾക്കാരെ സഹായിക്കുന്നത്. പക്ഷേ ഈശോ എന്നാ പറയണത്? കർത്താവിനെ കണ്ടുകൊണ്ടാണ് ചിലരെ സഹായിക്കുന്നത്. വേറെ ആരും കാണുന്നില്ല അവിടെ. അങ്ങനെ കർത്താവിനെ മറ്റുള്ളവരിൽ കാണുന്ന പ്രവൃത്തിയാണ് സുഹൃതമെന്ന് പറയണത്. കർത്താവിനെ മാത്രമേ കാണാവൂ, വേറെ ഒന്നും കാണരുത്, വേറെ ഒരു ലക്ഷ്യങ്ങളും ഉണ്ടാവരുത്. അത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ്. വിശ്വാസത്തെ സുഹൃതം കൊണ്ടുവന്ന് ഒന്ന് പ്രാർത്ഥിച്ച കർത്താവായ ദൈവമേ, ഉടമ്പടി നിബന്ധനകളായ കാരുണ്യ പ്രവർത്തികള്, പ്രേക്ഷിത പ്രവർത്തികള് കലർപ്പില്ലാതെ കർത്താവിനെ പ്രതി മാത്രം ചെയ്തുകൊണ്ട് ദൈവ തിരുസന്നിധിയിൽ വിശ്വാസത്തോടെ വിശ്വാസത്തിന്റെ പൂർണ്ണതയിൽ വളരുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞ ദൈവമേ, ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ചെറിയൊരു ഒഴിച്ചത് എനിക്ക് തന്നെയാണ് ചെയ്യുന്ന പറഞ്ഞ ദൈവമേ, പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ ശക്തി നിറയട്ടെ. കാരുണ്യ പ്രവർത്തികളിൽ ദൈവം പ്രതിനാകട്ടെ. ആരാധനയും സ്തുതിയും പോഴ്ച ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ വരുമ്പോൾ എന്നാ സംഭവിക്കണമെന്ന് അറിയാവോ? ദൈവം നമ്മളിൽ ഇപ്പം വിശ്വാസത്തെ നമ്മൾ സുഹൃതം കൊണ്ടും, സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും, ജ്ഞാനത്തെ അച്ചടക്കം കൊണ്ടും, ആത്മസംയമനം കൊണ്ടുപോകും. അത് ആത്മസംയമനത്തെ സഹോദര സ്നേഹം ക്ഷമ കൊണ്ടും, ക്ഷമയെ സഹോദര സ്നേഹം കൊണ്ടുമൊക്കെ, സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും നമ്മൾ പരിപൂർണമാക്കും. എന്നാ സംഭവിക്കും? വി വിൽ ബിക്കം, നമ്മൾ വാഗ്ദാന പേടകമായി മാറും. അതാണ് ഈ നിബന്ധനകളുടെ ഗുണം. അതാണ് നിങ്ങൾ നിബന്ധനയായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. അല്ലാതെ നിങ്ങളിവിടെ എഴുതിയിട്ട വിഷയങ്ങളാണ് പലർക്കും ലക്ഷ്യം. അയ്യോ ആകുന്നില്ലല്ല, വിളിക്കണില്ലല്ല എന്നൊക്കെയാണ് പല ആൾക്കാരുടെ ഒരു കുഴപ്പം. അതാണ് എഴുതിയിട്ടിട്ടുണ്ട്, അയ്യോ വാടകക്കാർ ഇറങ്ങണില്ലല്ലേ, എപ്പോൾ ഇറങ്ങാറിയല്ലേ ഇറങ്ങും. ഇങ്ങനെയൊക്കെ തന്നെ പെയ്തും പെറുക്കിയും പിച്ചും പെയ്യും പറഞ്ഞുകൊണ്ട് ജീവിതം കഴിച്ചുകളെ. ഇതിനെക്കുറിച്ച് നിങ്ങൾ ബേജാറാകണ്ട. ഉടമ്പടിയിൽ അമ്മനെ ഏൽപ്പിച്ചിട്ടില്ല നിങ്ങൾ, അത് അമ്മ വേണ്ടപ്പോൾ ചെയ്യും. നിങ്ങൾ എന്താ ബേജാറാകേണ്ടത്? ഉടമ്പടി നിബന്ധനകളാണ്. ഉടമ്പടി നിബന്ധനകളാണ് നമ്മളെ വാഗ്ദാന പേടകമാക്കുന്നത്. അപ്പോഴെന്തായി മാറും? വാഗ്ദാന പേടകത്തിൻ്റെ മേൽ കൂടാരത്തിൽ ദൈവത്തിൻ്റെ ശക്തി ആവശിച്ചെന്ന് ഇല്ലേ? പുറപ്പാടിൻ്റെ പുസ്തകം 40-25 കൂടാരത്തിലാണല്ലോ വാഗ്ദാന പേടകം ഇരുന്നിരുന്നത്. ആ കൂടാരത്തിൻ്റെ മേൽ കർത്താവിൻ്റെ ശക്തി ആവശിച്ചു. ഈ വാഗ്ദാന പേടകമായി മാറുമ്പോഴേ വ്യക്തികൾ ശക്തീകരിക്കും. ഞങ്ങളെപ്പോഴും ഇവിടെ ഉടമ്പടി പുതുക്കാൻ വരുമ്പോഴേ ഞങ്ങളെപ്പോഴും നോക്കണം എന്താണെന്ന്, എന്തോരം നിങ്ങൾ വാഗ്ദാന പേടകമായി മാറി എന്നാണ്. എന്തോരം നിങ്ങൾ വാഗ്ദാന പേടകമായി മാറി. 2 പത്രോസ് 1:5 വിശ്വാസത്തിൻ്റെ പടിപടിയായിട്ടുള്ള പരികർമ്മങ്ങളിലൂടെ എങ്ങനെ ഒരു വ്യക്തി വാഗ്ദാനം പ്രാപിക്കാൻ പറ്റുന്ന രീതിയിൽ വാഗ്ദാന പേടകമായി മാറി.
അങ്ങനെ വാഗ്ദാന പേടകമായി മാറി എന്ന് ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് നിങ്ങളെ തിരുത്തി തരുമ്പോൾ നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കണം. ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ഞങ്ങൾ ഇരിക്കത്തില്ലേ, അതുപോലെയാണ് ഒരു കൗൺസിലറിൻ്റെ അടുത്ത് ഇരിക്കേണ്ടത്. അങ്ങനെ ശ്രദ്ധയോടെ നമ്മളോട് പറയുന്ന നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് വാഗ്ദാന പേടകമാകി മാറുന്നതിനുള്ള ബാക്കിയുള്ള ഹോംവർക്കുകൾ, ഗൃഹപാഠങ്ങൾ ശ്രദ്ധയോടെ കേട്ടണം. അല്ലെങ്കിൽ നിങ്ങളെന്താ ചിന്തിക്കണം, ഉടമ്പടി പുതുക്കണം, അച്ഛനെ കാണണമെന്ന് പറഞ്ഞിരിക്കണം ഇവിടെ. അതാണ് ഈ കുഴപ്പം മുഴുവൻ സംഭവിച്ചിരിക്കുന്നത്. ഉടമ്പടി പുതുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? വാഗ്ദാന പേടകമായി മാറാനുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെ പരിപൂർണമാക്കി സ്റ്റെപ്പായിട്ട് നമ്മൾ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴെന്താ, വാഗ്ദാന പേടകമാകുമ്പോൾ എന്ത് പറയും? ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോഴേ, എങ്ങനെ ലോൺ അടക്കും, എങ്ങനെ ജപ്തി നടപടിയിൽ നിന്ന് തല ഊരിയെടുക്കും, എങ്ങനെ കാനഡയിൽ അഡ്മിഷൻ കിട്ടും, ഇതെങ്ങനെ സംഭവിക്കും? നമുക്കെല്ലാം വേണ്ടി ചോദ്യം ചോദിച്ചിട്ടുണ്ടേ. പണ്ടേ ചോദിച്ചത് നമ്മുടെ ജീവിതമായിട്ടാണ് അമ്മ ചെയ്തിരിക്കുന്നത്. അമ്മ പണ്ടേ ഒരു അടുക്കളക്കാരിയാണ്. അടുക്കളയിലെ തീ പുകയണം പുകയാത്തതും വയറെരിയണം എരിയാത്തതും അമ്മയ്ക്ക് വിഷയമായിരുന്നു. അതാണ് കാനായിലെ കല്യാണത്തിൽ വിഞ്ഞ് തികയാതെ വരുമ്പോൾ അമ്മമാർക്കറിയാവില്ല അടുക്കളയുടെ പരുവക്കേട് എന്തുമാത്രം ഉള്ളാന്തിക്കുമെന്നറിയാവില്ല. അമ്മയുടെ ആ ഒരു ഉള്ളാന്തലാണ് കർത്താവിൻ്റെ അടുത്തേക്ക് വരണത്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറയണത്. അത് ബൈബിൾ പണ്ഡിതന്മാരൊക്കെ പഠിച്ച് ദൈവരാജ്യത്തിൻ്റെ വലിയ കാര്യമൊക്കെ പറയും. അവർ പറഞ്ഞുകൊണ്ടിട്ട് നമുക്ക് മനസ്സിലാകത്തില്ല. അവരവരുടെ ലോകത്ത് നിന്നാണ് സംസാരിക്കണത്. അമ്മ അവരുടെ ലോകത്ത് നിന്നല്ല സംസാരിക്കണത്. അക്കാഡമിക് ലോകത്ത് നിന്നല്ല അമ്മ സംസാരിക്കണത്. അമ്മ മനുഷ്യൻ്റെ അനുഭവ ലോകത്ത് നിന്നാണ്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒരു കുടുംബസ്ഥയുടെ, ഒരു കുടുംബിനിയുടെ ഉൾനൊമ്പരങ്ങളാണ്. എന്തെങ്കിലും വീട്ടു സാമാനങ്ങൾ ഇല്ലാണ്ട് വരുമ്പോഴേ നമ്മൾ എവിടെയെങ്കിലും ഇപ്പോൾ കൃപാസന തേടാം. ഞാൻ ബുധനാഴ്ച ഒരു ഇടുക്കിയിലെ കോട്ടയത്തെ ചേടുത്തി, പൊൻകുന്നത്തെ ചേടുത്തി ഒരു സാക്ഷ്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? കൃപാസന എവിടെയാണെന്ന് അറിയത്തില്ല, ഞാൻ തിരിച്ചു വന്നാൽ തിരക്കരുതെന്ന്. ഞാനിപ്പോഴും ഓർക്കാൻ സാക്ഷ്യം ഒറ്റക്ക് ചിരിക്കും. കൃപാസന അവരെ വന്നിട്ടില്ല, ആലപ്പുഴ വന്നിട്ടില്ല. അപ്പോൾ കൃപാസന എവിടെയാണെന്ന് അറിയത്തില്ല, എന്നെ കണ്ടാൽ തിരക്കരുതെന്ന്. ഞാൻ ഇതൊന്ന് വിമോചന സമരത്തിന് മുദ്രാവാക്യമാണ്. അമ്മയെ ഞങ്ങൾ പോകുന്നു, കണ്ടില്ലെങ്കിൽ തിരക്കരുതെന്ന്. അങ്ങനെ മുദ്രാവാക്യം പണ്ടുണ്ടായിരുന്നു. അതുപോലെ ചേടത്തി പറയും. എന്നിട്ട് മകളോട് പറയുമേ, 4000 രൂപ വെപ്പില മേശയിലിരിപ്പുണ്ട്, നീ എടുത്ത് വീട്ടുകാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ പോവുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറയും. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ 4000 രൂപ ഇന്ന സ്ഥലത്ത് ഇരിപ്പുണ്ട്. എന്താണ്? ഒരു വീട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അമ്മയുടെ തേറലാണ്. ആ തേറലേ ഇവിടെയുള്ളത്. അല്ല, ഇത് അക്കാഡമിക്കായിട്ട് പഠിക്കേണ്ട വിഷയമല്ല. പഠിക്കുന്നവർക്ക് പഠിക്കോ, അത് അവരുടെ വരിപ്പിഴപ്പ്, അതല്ല. ഇതെന്ന് പറയണത് ഒരു കുടുംബത്തിൽ ഒരു ജീവിത അവസ്ഥകളിൽ ഒരു മനുഷ്യൻ്റെ ഒരു അപമാനമുണ്ട്. എന്തെങ്കിലും ഇല്ലാതെ ഇപ്പം നമുക്ക് ഇന്ന് നമ്മൾ സ്കൂൾ കുഞ്ഞുങ്ങളോട് പറയണേ, നീ ഉച്ചക്ക് വരണ്ട കേട്ടാ, ഉച്ചക്ക് ഇവിടെ ആഹാരമില്ലെന്ന് പറഞ്ഞാൽ അത് പറയാൻ അത്ര എളുപ്പമല്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ അത് പറയുമ്പോൾ കർത്താവ് വൈകുന്നേരം വരുമ്പോഴെങ്കിലും ഒരു പറ്റ് കൊടുക്കാൻ ഇടയാക്കണേ എന്നുള്ള ഒരു കണ്ണുനീരിൻ്റെ ഒരു പ്രാർത്ഥന കൂടി അമ്മയുടെ മനസ്സിലുണ്ടാവും. അത്രേ ഉള്ളൂ. ഇതങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അടുക്കളയുടെ ഒരു പോരായ്മ ഉണ്ടാകുന്ന അപമാനവും അതിനേക്കാൾ ഉപരി നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ മക്കളോടുള്ള ഉത്തരവാദിത്തങ്ങൾ ജനിപ്പിച്ച് വളർത്തിയിട്ട് തീറ്റി കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ധർമ്മസങ്കടമുണ്ട്. ആ ധർമ്മസങ്കടത്തിന് നമുക്ക് വേണ്ടി കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാൻ വേണ്ടി ഒരാൾ, അതാണ് അമ്മ. കൈയടിച്ച് കർത്താവ് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. അമ്മേ, പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ മാധ്യസ്ഥത്തിന് നന്ദി പറയുന്നു. കൃപാസനത്തിലൂടെ എപ്പോഴും നമുക്ക് ധ്യാനിക്കാൻ കിട്ടുന്ന വിഷയം എന്താണെന്നറിയാവോ? ഈശോ എന്നാ പറഞ്ഞത്? മനുഷ്യൻ സാപത്തിന് വേണ്ടിയല്ല, സാപത്ത് മനുഷ്യന് വേണ്ടിയാണ്. അത്രേ ഉള്ളൂ. അമ്മ അക്കാഡമിക്കായിട്ടുള്ള വലിയൊരു പഠന സംവിധാനത്തിനും ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചിട്ട് അവിടെ റിസർച്ച് നടത്താൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചതല്ല. അന്നുള്ള മനുഷ്യൻ അനുദിനം അനുഭവിക്കുന്ന വിഷയങ്ങളുടെ മേൽ ആ മനുഷ്യൻ്റെ കണ്ണുനീരൊപ്പാൻ വേണ്ടി മനുഷ്യന് വേണ്ടിയുള്ള ആളാണ് അമ്മ. മനുഷ്യന് വേണ്ടിയുള്ള ആളാണ്.
മറ്റത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല. എൻ്റെ തിയറട്ടിക്കലായിട്ടുള്ള ശാസ്ത്രീയ ദൈവശാസ്ത്രങ്ങളൊന്നും തെറ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ പ്രിഫറൻസ് ചെയ്യണത് എന്താണ്? സാധാരണ മനുഷ്യൻ്റെ സാധാരണ അനുദിന സമ്മർദ്ദങ്ങളുടെ മേൽ അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന അധികാരത്തെ വിശ്വാസം കൊണ്ടും സുഹൃതം കൊണ്ടും ജ്ഞാനം കൊണ്ടും ആത്മസമയം കൊണ്ടും ക്ഷമ കൊണ്ടും സഹോദര സ്നേഹം കൊണ്ടും ക്രിസ്തീയതയിൽ വളർന്നുകൊണ്ട് ദൈവ പൈതലായി മാറുമ്പോൾ നമ്മൾ പറയാതെ പറയുന്ന ഒരു ഉത്തരമുണ്ട്. എന്താണ്? ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അതാണ് സംഭവം. മനുഷ്യന്മാർ നിൻ്റെ മേൽ വരുമെന്നാ, സർക്കാർ നിനക്ക് നിൻ്റെ ആങ്ങളെ നിങ്ങളുടെ മകനെ കൊണ്ടുപോകുന്ന ഒന്നുമല്ല ഉത്തരം. നിങ്ങൾ എല്ലാത്തിനും ഒരു ഉത്തരം കണ്ടുപിടിക്കുന്ന പ്രശ്നം വരണത്. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ എൻ്റെ മകൻ എങ്ങനെ രക്ഷപ്പെടും? അതിൻ്റെ ഉത്തരം എന്താണ്? എൻ്റെ ആങ്ങളെ പറഞ്ഞിട്ടുണ്ട് അവനെ കാനഡയിൽ കൊണ്ടുപോകാമെന്ന്. അതാണ് ആ ഉത്തരം. ആ ഉത്തരവാണെങ്കിൽ മിക്കവാറും പൊട്ടാൻ സാധ്യതയുണ്ട്. കാര്യം എന്താണ്? ആങ്ങളയെ നമ്മൾ മാന്താനും ചുരകാതെ നടക്കേണ്ടി വരും. നാത്തുവിനെ സോപ്പിടേണ്ടി വരും. കാര്യം ആങ്ങളമാർ മിക്കവാറും നാത്തുമാരുടെ കസ്റ്റഡിയിലായിരിക്കും. കാര്യം അവർ വിമാനത്തിൽ താവളത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ അവിടെ നിന്ന് തന്നെ റാഞ്ചി കളയും ഭർത്താവിനെ. കാര്യം പെങ്ങന്മാരെ അടുപ്പിക്കാതിരിക്കാൻ വേണ്ടി. ഇല്ലേ? എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയണില്ല. ഇനി നിങ്ങൾ എന്നെ കൈവെക്കരുത്. പക്ഷേ പ്രശ്നം അതാണ്. ഇതെങ്ങനെ സംഭവിക്കും? എൻ്റെ മകൻ എങ്ങനെ രക്ഷപ്പെടുമെന്ന് പറയുമ്പോൾ എൻ്റെ ആങ്ങളെ കാനഡയിൽ കൊണ്ടുപോകാമെന്ന് പറയുന്ന ഉത്തരം അല്ല. എന്താ ഉത്തരം? അത്യുന്നതൻ്റെ ശക്തി നിന്നെ പ്രവർത്തിക്കും. അത് അമ്മയാണ് ആ വാതിൽ തുറന്നു തന്നത്. എൻ്റെ കടങ്ങൾ എങ്ങനെ പരിഹരിക്കും? എൻ്റെ ക്യാൻസർ എങ്ങനെ സുഖപ്പെടും? അത്യുന്നതൻ്റെ ശക്തി നിന്നെ പ്രവർത്തിക്കും. കൈ അടിച്ച് കർത്താവ് അതാണ് അച്ഛൻ പറഞ്ഞത്. അമ്മ ഒരു ജീവിത നിലപാടാണ്. അമ്മ ഒരു സുവിശേഷ സമീപനമാണ്. അമ്മ ഒരു ജീവിതത്തിലുള്ള കാഴ്ചപ്പാടാണ്. ജീവിത പ്രതിസന്ധികൾക്കെതിരെ ഒരു വിശ്വാസിയുടെ കാഴ്ചപ്പാടാണ് അമ്മ. എന്താ? ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കുമ്പോൾ പറയും, ദൈവം പറയും, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. നാട്ടുകാരോ പാർട്ടിക്കാരോ പള്ളിക്കാരോ സഹായിക്കണമല്ല. പിന്നെന്താണ്? നിന്നെ സഹായിക്കേണ്ടത് ആരാണ്? നിന്നെ നാളെ കണക്ക് പറഞ്ഞ് നിന്നെ സമ്മർദ്ദത്തിലാക്കാതെ നിന്നെ അൺകണ്ടീഷണലായിട്ട് ഒരു വ്യവസ്ഥയുമില്ലാതെ സഹായിക്കാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. അവൻ വ്യവസ്ഥയില്ലാതെ നമുക്ക് വേണ്ടി മരിച്ചവരാണ്. അവൻ്റെ വചനമാണ് പറയണത്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. ലൂക്കാ 1:35. അത്യുന്നതൻ്റെ ശക്തി വാഗ്ദാന പേടകത്തിൻ്റെ മേൽ ആവസിക്കും. കൈ അടിച്ച് കിടത്താണ്. അമ്മയോട് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത അസാധ്യമായ ഒരു കാര്യം എങ്ങനെ സാധ്യമാക്കി എടുക്കുമെന്നുള്ളതിൻ്റെ ഫോർമുല കൊടുത്തത് എന്താണ്? അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കുമെന്ന്. അപ്പോൾ അമ്മ എന്നാ പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി. ദൈവത്തിൻ്റെ പോംവഴി വന്നപ്പോൾ അമ്മ അഡ്ഹിയർ ചെയ്തു. അമ്മ എന്താ പറഞ്ഞത്? ലൂക്കാ 1:38. ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ, ഞാൻ വാഗ്ദാന പേടകമാകട്ടെ എന്ന് കൈ അടിച്ച് കർത്താവ്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഉടമ്പടി നിയോഗങ്ങളുടെ മേൽ വാഗ്ദാന പേടകമായ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥവും ശക്തി നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞേ. കർത്താവിന്റെ ദാസി, ആ ഒരു വാക്കാണ്, വിശ്വാസ പ്രഖ്യാപനമാണ് വാഗ്ദാന പേടകമായി നമ്മളെ മാറ്റണത്. ഈ വാക്കാണ് നമ്മളെ വാഗ്ദാന പേടകമാക്കുന്നത്. ആ വാക്കാണ് വാഗ്ദാന പേടകത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തിയെ ആവശ്യിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തിയിലാണ് ഉടമ്പടി പ്രവർത്തിക്കുന്നത്. അതിൻ്റെ സൂത്രം, ജ്ഞാനസൂത്രം അതാ. ഇതാ കർത്താവിൻ്റെ ദാസി, അതൊരു നിലപാടാണ്, അതൊരു വിശ്വാസിയുടെ സമീപനമാണ്. ഇന്നലെ ഒരു ചേട്ടത്തി, ഇന്നലെയാവോ അവസാന ബുധനാഴ്ച, ഇന്നെന്താഴ്ച? ശനിയാഴ്ച. കഴിഞ്ഞ ബുധനാഴ്ച ഒരു ചേച്ചി ഒരു കൗൺസിലിങ്ങിന് വന്നു. അപ്പോൾ അവർ വന്ന സമയം മുതൽ മുഴുവനും പറഞ്ഞുകൊണ്ടിരിക്കണം എന്താണെന്ന് അറിയാമോ? എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. അപ്പോൾ എൻ്റെ കുഞ്ഞിനെക്കുറിച്ച്, എൻ്റെ ഒരു പെമ്മകളുണ്ട്, എൻ്റെ പെമ്മകളെക്കുറിച്ച് എനിക്ക് ഭയങ്കര സങ്കടമാണ്, ഭയങ്കര വിഷമം. അവൾ ഉറങ്ങുമ്പോഴും ഈ അമ്മ പോയി നോക്കിക്കൊണ്ട് നിൽക്കും, കൊച്ചിന് വല്ലതും സംഭവിക്കാമെന്ന് ഓർത്തുകൊണ്ട്.
ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞിട്ടേ ഇവർക്കത് ഭയങ്കര ആദിയായി മാറി. എന്നിട്ട് പിന്നെ ആരാ ഉള്ളത്? കൊച്ചാണ് ഉള്ളത്. ഇപ്പം ഇവരുടെ വിശ്വാസം ഇപ്പം ഞാൻ നോക്കിയിട്ട് ഇവരുടെ വിശ്വാസം തന്നെ എന്തിനുള്ളതാണ്? ഈ കൊച്ചിനൊന്നും സംഭവിക്കാതിരിക്കാനാണ് ഇവർ വിശ്വസിക്കണത്. അവിടെ ആത്മരക്ഷയൊന്നുമില്ല, അവിടെ എങ്ങും നിത്യരക്ഷയൊന്നുമില്ല. കൊച്ചാണ് ദൈവം. കൊച്ചിനെയാണ് ഇവർ പേടിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് വിചാരിച്ചുകൊണ്ട് പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും നമ്മൾ വിഷയം എന്താ പറയുക, നമ്മളെ എന്തിനെ ഭയപ്പെടുന്നു അതായിരിക്കും നമ്മുടെ ദൈവം. പറഞ്ഞാൽ മനസ്സിലായ? എന്താണ് നിങ്ങളെ ഭയപ്പെടുത്തുന്നത്? വ്യക്തികളായാലും ശരി, രോഗമായാലും ശരി, എന്താണ് നിങ്ങളെ ഭയപ്പെടുത്തുന്നത് അതായിരിക്കും നിങ്ങളുടെ ദൈവം. അതാണ് ഈശോ പറഞ്ഞത് ഒന്നിനെയും ഭയപ്പെടരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം. അതാണ് ഈശോ പറഞ്ഞത് ആരെ ഭയപ്പെടണമെന്ന് പറഞ്ഞത്. ലൂക്ക 12:5 ചില്ലറ വചനമല്ലത്. ഇവർ ഈ കൊച്ചിനെ ഭയപ്പെടുന്നുണ്ട്. കൊച്ചിന് വല്ലതും സംഭവിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് രാത്രിയും പകലും ഈ ആദിയിൽ ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. നിങ്ങളെ ഒന്നിനെയും ഭയപ്പെടരുത്. ചില OIT ഇപ്പം ഇന്ന് കൊച്ചുമോളെ കണ്ട്, അപ്പോൾ അവളെന്നെ കയ്യെ കയറി പിടിച്ച് പറഞ്ഞ്, അച്ഛാ 1.5 ലക്ഷം രൂപയായി, 2 പ്രാവശ്യം OITക്ക് തോറ്റ്, ഞാനിപ്പോൾ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. 1.5 ലക്ഷം രൂപയായി, 2 പ്രാവശ്യം OITക്ക് തോറ്റപ്പോൾ ആ കാശ് മൊത്തം പോയി. 35 രൂപ വെച്ച് പോയി. അപ്പോൾ ഇനി ഒരു വെടിക്കുള്ള മരുന്ന് അവൾക്ക് ഉണ്ടാക്കി എടുക്കണം. പക്ഷേ ഇനി OITക്ക് ജയിക്കുക ഇല്ലെന്ന് ഞാൻ പറയണം. ഇല്ലാത്ത കാശ് ഉണ്ടാക്കുകയാണ്. അച്ഛന് ഉറപ്പ് തരാതെ ഞാൻ കൊണ്ടുപോയി കൊടുക്കത്തില്ല. അപ്പോൾ നമ്മൾ എന്തിനാണ് ഞാൻ പറഞ്ഞത്? ദൈവത്തെ ഭയപ്പെടുമോളെ. നീ ഇപ്പോൾ OITനെ ഭയപ്പെടണത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വിഗ്രഹമായി മാറും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്നാ പ്രശ്നം? ദൈവം സദാക് കർത്താവ് തിരുമനസ്സാണെങ്കിൽ ദാവീദ് തിരിച്ചു വരും. അല്ലെങ്കിലോ കർത്താവിൻ്റെ ഇഷ്ടമെന്ന് ദാവീദ് പറഞ്ഞതാണ്. ഞാൻ ദാവീദിൻ്റെ കല്ലറയിൽ 1.5 മണിക്കൂർ നിന്നിട്ട് എൻ്റെ വണ്ടി വിട്ടുപോയിട്ട് ഞാൻ ഗതികേടായ മനുഷ്യനാണ്. ദാവീദിനെ കണ്ടപ്പോൾ ഞാൻ മതിമറന്നു പോയി. കല്ലറയിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുക ഇസ്രയേലിൽ. അവിടെ നിന്ന് കൂടെ നേരത്തൊക്കെ പോയി കളഞ്ഞറിഞ്ഞില്ല. ഞാനും വിജയകുമാർ ഉരുപ്പെട്ടു. ആ സമയത്തൊക്കെ എൻ്റെ മനസ്സിൽ വന്നതേ ദാവീദിൻ്റെ ആരാണ്? അബ്സലോം അപ്പനെതിരെ പാളയത്തിൽ പടയുണ്ടാക്കി പട്ടാളത്തെ പിടിച്ചെടുത്തു. ഈ ദാവീദിൻ്റെ ഉപനാരികളുമായിട്ട് അയാൾ മട്ടുപ്പാവിൽ വീഴ്ച നടത്തിയിട്ട് ഇസ്രായേൽക്കാരെ കാണിച്ചു. ഇതാണ് തന്തപ്പടിയുടെ ഭാര്യമാരെയാണ് ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ തന്തപ്പടി മീശയും വെച്ച് നടക്കണത് എന്നാത്തിനാണെന്ന് ചോദിച്ചു. അപ്പോൾ ജനങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് ഇയാളെ രാജാവായിട്ട് വേണ്ടെന്ന് പറഞ്ഞു. ഇനി നീയാണ് ഞങ്ങളുടെ രാജാവ്. കാലം മാറുന്ന മാറ്റം കണ്ടില്ലേ? കട്ടമറിയുമ്പോൾ കാണുന്ന പുള്ളി. ദാവീദ് ഒരു തുണിയെടുത്ത് തലരിട്ടും മലമുകൾ വഴി ഓടിയപ്പോഴ് ഖൂസായി പുറകെ ചെന്നിട്ട് പറഞ്ഞു, നാശപ്പെട്ടവനെ, നീ സാവൂളിൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്തതിൻ്റെ പേരിൽ ദൈവം നിന്നോട് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ക്ഷമ ചോദിച്ചു, ഈ ചത്ത പട്ടിയുടെ പെടലി ഞാൻ എടുക്കട്ടെ? അപ്പോൾ ദാവീദ് പറഞ്ഞു, ദാവീദിനെ ശപിക്കാൻ പറഞ്ഞാൽ നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ സദോക്ക് പറഞ്ഞു, പുരോഹിതൻ പറഞ്ഞു, ഞാൻ അങ്ങ് ഗതികേടിലായി വഴിയാധാരമായി ഒരു തെരുവ് നായെപ്പോലെ ഇങ്ങനെ കല്ലെറിഞ്ഞ് അങ്ങ് രാജ്യം വിട്ടു പോവുകയാണ്. ഞാൻ അങ്ങേ വിട്ടു പോകത്തില്ല, ഞാൻ അങ്ങയുടെ കൂടെ വരുമെന്ന് പറയുമ്പോൾ സദോക്ക് എന്ന് ദാവീദ് വിളിക്കും. കർത്താവ് തിരുമനസ്സാകണമെങ്കിൽ നീ എൻ്റെ കൂടെ നിൽക്കണ്ട, ഞാൻ പെരുവഴിയിലായി, നീയും പെരുവഴിയിലാകേണ്ട കാര്യമില്ല. കർത്താവ് തിരുമനസ്സാകണമെങ്കിൽ ദാവീദ് തിരിച്ചു വരും, ഇല്ലെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടം. അപ്പോഴും 1-ാം സ്ഥാനം ആർക്കാണ്? കർത്താവിന്. കൈയടിച്ച് കിടന്നാണ് ദാവീദിൻ്റെ അവസാന വാക്കാണ് ദാവീദിനെ തിരിച്ചു വരുത്തിയത്. എൻ്റെ മക്കൾ മറന്നു പോകരുത്. നമ്മുടെ പിതാക്കന്മാരും ദൈവത്തിൻ്റെ ശുശ്രൂഷകരും നമുക്ക് മുമ്പേ ജീവിതം ജീവിച്ചു തീർത്തവരെ, ജീവിതത്തെ പരാജയപ്പെട്ടു പോയവരെ, അവരെല്ലാം വിജയിച്ച വാക്കാണ്. എന്താ? കർത്താവ് തിരുമനസ്സാണെങ്കിൽ ദാവീദ് തിരിച്ചു വരും എന്ന് പറഞ്ഞേ. അല്ലെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടം. അതാണ് തുറപ്പ്. അല്ലെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടം. ഒരു ചത്ത പട്ടിയെപ്പോലെ ആയി വരുമ്പോഴും കർത്താവിന് തന്നെയാണ് ദാവീദ് 1-ാം സ്ഥാനം കൊടുക്കുന്നത്. ദാവീദ് തിരിച്ചു വന്നു. കർത്താവ്
അബ്സലോമിൻ്റെ കുടുംബിക്ക് പിടിച്ച് തൂക്കി നിർത്തിയിട്ട് പറഞ്ഞ് വെട്ടറാന്ന് പറഞ്ഞ് വെട്ടി. ദാവീദ് തിരിച്ചു വരും. പക്ഷേ ദാവീദ് തിരിച്ചു വരുത്തിയ എന്താണ്? കർത്താവിൻ്റെ വാക്കിലുള്ള വിശ്വാസമാണ്. അല്ലെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടം. ഒന്ന് പറഞ്ഞേ, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടം. അതായത് എൻ്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് വിപരീതമായി എന്തെങ്കിലും സംഭവിച്ചാൽ അവിടെയും ഞാൻ ഒന്നാം സ്ഥാനം ആർക്ക് കൊടുക്കും? എൻ്റെ കർത്താവിന് കൊടുക്കും. അല്ലെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടമെന്ന് പറയും. അതാണ് ദാവീദ് തിരിച്ചു വന്നത്. അല്ലെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടം. എൻ്റെ ദൈവവേദന ഇത് തന്നെയാണ് ജീവിതം. അതെന്താണ്? ഒന്നാം പ്രമാണമാണത്. ദാവീദ് എന്താ അല്ലെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞില്ലേ? അതെന്താണ്? ഒന്നാം പ്രമാണമാണത്. നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. എൻ്റെ കസേരയെക്കാളും സിംഹാസനത്തെക്കാളും വലുതാണ് ദൈവമേ നീ എനിക്കെന്നല്ലേ ദാവീദ് പറയാതെ പറഞ്ഞത് അല്ലേ? എൻ്റെ സിംഹാസനത്തെക്കാളും രാജ്യത്വത്തെക്കാളും വലുതാണ് ദൈവമേ നീ എനിക്കെന്ന്. എൻ്റെ കർത്താവ് ദൈവം നീയാണ്, സിംഹാസനമല്ല രാജപദവിയുമല്ലെന്നാണ്. ഒന്നാം പ്രമാണമാണല്ലോ തെറ്റ് പറഞ്ഞത്. പ്രമാണങ്ങളെല്ലാം ഇതിനുള്ളതാണ്, ജീവിതം കൊണ്ട് പ്രഖ്യാപിക്കാനുള്ളതാണ്. അതിൻ്റെ പേരാണ് വിശ്വാസം അല്ലേ? ദൈവത്തിന് ഒന്നാം സ്ഥാനമാണെന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുന്നതിൻ്റെ പേരാണ് വിശ്വാസ പ്രഖ്യാപനം എന്ന് പറയണത്. അതാണ് ദാവീദ് തിരിച്ചു വന്നതിൻ്റെ തന്ത്രമെന്ന് പറയണത്. ഒന്നാം പ്രമാണം എന്താ? കർത്താവ് തന്നെ പറഞ്ഞില്ലേ, എന്നേക്കാൾ ഉപരി ഒന്ന് പറഞ്ഞേ, സ്വന്തം ഭർത്താവിനെയോ ഭാര്യയെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. വാക്കിന്റെ പോകണ്ട. എന്നേക്കാൾ ഉപരിയായി സ്വന്തം സഹോദരനെയോ സഹോദരിയെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. സ്വന്തം കുരിശെടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനോ എനിക്ക് യോഗ്യനല്ല. അതിന്റെ അർത്ഥം എന്താ? കർത്താവിന്റെ മത്തായിയുടെ സുവിശേഷമാണ്, 10-ാം അധ്യായം 37-ാം വാക്യമാ. എന്നേക്കാൾ ഉപരി സ്വന്തം ഭർത്താവിനെയോ ഭാര്യയെ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. ഈശോയെ നമ്മൾ സ്നേഹിക്കുമ്പോൾ നിൻ്റെ ജീവിത പങ്കാളിയേക്കാൾ വലിയവനായിരിക്കണം കർത്താവ് നിനക്ക്. നിൻ്റെ ഉദ്യോഗത്തെക്കാളും ജോലിയെക്കാളും ആരോഗ്യത്തെക്കാളും വലിയവനായിരിക്കണം കർത്താവ് നിനക്ക്. നീ ഇപ്പം എന്താണ് ചെയ്യണത്? ദൈവവേദന നീ പറയാതെ പറയുകയാണ്, കർത്താവേ നിന്നേക്കാൾ വലുതാണ് എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനമെന്ന്. എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറിയാൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് വരുമെന്ന് പറയുമ്പോൾ ആരാണ് ദൈവം? മദ്യപിക്കാത്തൊരു ഭർത്താവാണ് നിൻ്റെ ദൈവം, അല്ലാതെ കർത്താവല്ല നിൻ്റെ ദൈവം. കർത്താവാണ് നിൻ്റെ ദൈവമെങ്കിൽ നിൻ്റെ ഭർത്താവിനേക്കാൾ വലുതായി കർത്താവിനെ നീ സ്നേഹിക്കുമായിരുന്നു. സ്വന്തം കുരിശെടുക്കാത്തവനും എൻ്റെ കൂടെ വരാത്തവനും എനിക്ക് യോഗ്യനല്ല. അപ്പോൾ ആരാണ്? കുരിശാണ് ദൈവം, കുരിശാണ് രക്ഷ. നിന്റെ സഹനങ്ങളെ കർത്താവിന് നാമത്തിലെടുത്താൽ നീ ഒന്നാമത്തെ പ്രമാണം പ്രഖ്യാപിക്കുകയാണ് ചെയ്യണത്. ആരാണ്? നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ. നിയമജ്ഞൻ ചോദിച്ചില്ലേ കർത്താവിനോട് നിത്യരക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന്? കർത്താവ് എന്താ പറഞ്ഞത്? നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? ലൂക്കാ 10-ാം അധ്യായം 27-ാം വാക്യം. അവനെന്താ പറഞ്ഞത്? എല്ലാത്തിനേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പം എല്ലാത്തിനേക്കാൾ ഉപരി നിനക്കൊരു കുരിശ് വരുമ്പോൾ, രോഗം വരുമ്പോൾ, കടം വരുമ്പോൾ നിനക്കൊരു ഓപ്ഷൻ തരികയാണ്. എന്താണ്? നീ എല്ലാത്തിനേക്കാൾ ഉപരി നിൻ്റെ കർത്താവായ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? 10 കൽപ്പന നിബന്ധന എന്താണ്? നിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നു അല്ലേ? പഴയ ഉടമ്പടിയുടെ നിബന്ധന എന്താണ്? നിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നു. പുതിയ ഉടമ്പടിയുടെ നിബന്ധന എന്താണ്? നിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നു. എന്താണ്? നിങ്ങൾ എന്നെ കാല് കഴുകിയതിനു ശേഷം കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു, അത് ശരി തന്നെ, ശരിയല്ലേ? നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു. യോഹന്നാൻ 13:13. പുതിയ ഉടമ്പടി സ്ഥാപിച്ചപ്പോഴും കർത്താവിൻ്റെ ഒന്നാം പ്രമാണത്തിന് മാറ്റമില്ല. നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു, ദാറ്റ് ഈസ് കറക്റ്റ്, അത് ശരിയാണ്. നിൻ്റെ കർത്താവും ഗുരുവുമായി ഞാൻ നിൻ്റെ പാദം കഴുകിയെങ്കിൽ നീ പരസ്പരം പാദങ്ങൾ കഴുകേണ്ടിയിരിക്കുന്നു. അതാണ് ഉപവിപ്രവർത്തനം. ഉടമ്പടിയിൽ ഉപവിപ്രവർത്തനങ്ങളില്ലേ? എൻ്റെ ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു, കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു, എൻ്റെ പിതാവിനാൽ അനുഗ്രഹീത വരുവിനെന്ന് പറയണത് എന്താണ്? കർത്താവ് ഉടമ്പടി സ്ഥാപിച്ചപ്പോൾ ആ ഉടമ്പടിയുടെ അരൂപിയോട് യോജിക്കാത്ത ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ കർത്താവ് അനുവദിച്ചു. ആരാണത്? ജൂദാസ്.
അവന് എന്താണ് ആ ഉടമ്പടി പങ്കില്ല. ഉടമ്പടി എന്തിനുള്ളതാണ്? കർത്താവിൻ്റെ ഉടമ്പടി നിത്യതയ്ക്ക് വേണ്ടിയുള്ളതാണ്. നിത്യതയ്ക്ക് വേണ്ടി ഉടമ്പടിയിൽ എന്താ ഉള്ളത്? സഹോദരനെ ശുശ്രൂഷിക്കണം, ദൈവത്തെ കർത്താവിൻ്റെ സ്ഥാനത്ത് പുനഃപ്രതിഷ്ഠിക്കണം. അതാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ഉടമ്പടി എന്ന് പറയുന്ന ഒരു ജീവിതക്രമമാണ് സഹോദരങ്ങളെ. ഉടമ്പടി വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഒരു സ്വർഗീയ പദ്ധതിയാണ്. അത് ഇഹത്തിലും പരത്തിലും നിങ്ങൾ നിലനിർത്താനുള്ള ദൈവിക സംവിധാനമാണ്. കൈ അടിച്ചു കർത്താവാണ്. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഉടമ്പടിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിബന്ധനകൾ കർത്താവെ കൃത്യമായി പാലിച്ച് ഉടമ്പടി പ്രമേയങ്ങൾ പാലിച്ച് അനുഗ്രഹവും വിശുദ്ധിയും പ്രാപിക്കാൻ, ദൈവകൃപ പ്രാപിക്കാൻ എല്ലാ നിയോഗങ്ങളും ഈ ആരാധനയിൽ സമർപ്പിച്ച് മനമുയർത്തി സ്വരമുയർത്തി കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ചെകിടന് കേൾവി നൽകിയവനെ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, മഹോദ രോഗിയെ സുഖപ്പെടുത്തിയവനെ, തളവാദ രോഗിയെ സുഖപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, കർത്താവേ, എല്ലാ രോഗികളെയും ഇവിടെ ഉള്ളവരെയും ഞങ്ങളുടെ സൗഖ്യത്തിനായി അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുവോ, ഞങ്ങളുടെ അടുപ്പമുള്ള, ഞങ്ങളുടെ പരിചയത്തിലുള്ള, വീട്ടിലുള്ള എല്ലാ രോഗികളെ അങ്ങ് സ്പർശിക്കണമേ. ഈശോയെ, മാരകരോഗങ്ങള്, വ്യാധികള്, വാതരോഗങ്ങള്, രോഗങ്ങള്, മൂത്രാശ രോഗങ്ങള്, കല്ലുകള്, രോഗങ്ങള്, രോഗങ്ങള്, കർത്താവേ, മാരകമായ രോഗങ്ങള്, രോഗങ്ങള് സൗഖ്യപ്പെടുത്തലും നന്ദി പറയുന്നു. അങ്ങ് നൽകുന്ന തത്സമയ രോഗസൗഖ്യത്തിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നെറ്റിയില് പൊട്ടിച്ചൊറിഞ്ഞു വരാം, ചില സമയത്ത് പഴുത്ത് നിൽക്കും, ചില സമയത്ത് വെള്ളം ഇങ്ങനെ ഒരു എണ്ണ പോലെ ഒരു കൊടുത്ത ദ്രാവകമായി മാറും. ആ വ്യക്തി, തലയുടെ അകത്തുള്ള ആ വ്യക്തിയുടെ രോഗത്തെ കർത്താവ് ഇപ്പൊ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അച്ഛനോട് ചേർന്ന് കർത്താവായ ദൈവമേ, കിഡ്നി രോഗികളെ ഇപ്പോൾ സുഖപ്പെടുത്തുന്നതിന് നന്ദി പറയുന്ന കർത്താവേ, കളർ മാറിക്കൊണ്ടിരിക്കുന്ന മഞ്ഞ നിറമായി വെള്ള നിറമായി കളർ മാറിക്കൊണ്ടിരിക്കുന്ന രണ്ട് കിഡ്നികളെ സുഖപ്പെടുത്തുന്നതിന് നന്ദി പറയുന്ന കർത്താവേ, എല്ലാ അസ്ഥികളെയും കുഴകളെയും സ്പർശിക്കണമേ, നാഡി ഞരമ്പുകളെ സ്പർശിക്കണമേ, ഹൃദയ രോഗങ്ങള്, കണ്ണിന്റെ രോഗങ്ങള്, ചെവിയുടെ കേൾവിക്കുറവുകള്, പിൻകഴുത്തിലെ സ്പോണ്ടിലോസിസ് രോഗങ്ങള് യേശുനാമത്തില് സൗഖ്യമാകട്ടെ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. വേദനിക്കുന്നവരെ, ഒരടി മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ജീവിതം തന്നെ ദുർഘടമായിരിക്കുന്നവരെ, ബിസിനസ് തകർന്നവരെ, അതുപോലെ തന്നെ കടങ്ങൾ വന്നത് കാരണം കൊടുത്തുവിട്ട മാർഗമില്ലാത്തവരെ, സ്ഥലങ്ങൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ, വിറ്റുമാറാത്ത സ്ഥലങ്ങൾ, വഴിയില്ലാത്തതിൻ്റെ പേരിലും മറ്റത് രേഖകൾ കറക്റ്റല്ലാത്തതിൻ്റെ പേരിലും കൈമാറാൻ പറ്റാത്ത സ്ഥലങ്ങൾ, അങ്ങനെയുള്ള ദുരിതങ്ങൾ മാറാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, അഭിഷേകം സമർപ്പിച്ച മേഖലകളെ കർത്താവേ, പേപ്പർ തടസ്സങ്ങളുടെ മേലെ ഡോക്യുമെന്റേഷൻ എല്ലാം സമർപ്പിക്കുന്നു. എന്റെ കർത്താവേ, അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ ഇടപെടലും ഈ ആരാധനയിൽ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ജപ്തി നടപടിയെ നേരിട്ടവര്, വസ്തു ലേലത്തിലിരിക്കുന്നവര്, മുമ്പ് സാക്ഷ്യപ്പെടുത്തിയ പോലെ അനേകം സ്ഥലങ്ങളിലേക്ക് പഠന സൗകര്യത്തിനായി പോകുന്നതിന് പണമില്ലാതെ വിഷമിക്കുന്നവര്, അവരെല്ലാം സമർപ്പിക്കുന്ന സമയമാണ്.
മദ്യപാനാസക്തികൾ, ലഹരിയിൽ വീണുപോയവർ, മാനസിക രോഗികൾ, അവർക്കെല്ലാവർക്കും വേണ്ടി കർത്താവ് അനുഗ്രഹിക്കുന്ന സമയമാണ്. ചെറുകിട വ്യാപാര വ്യവസായശാലകൾ വീണുപോയത്, ജനങ്ങളുടെ വൈരാഗ്യം കാരണം ജീവിതമാർഗം മുട്ടിപ്പോയവർ, നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്തവർ, പലരുടെയും കാരുണ്യമില്ലാത്ത പെരുമാറ്റം കാരണം സാങ്കേതിക കുരുക്കിൽ കെട്ടുപോയിട്ടുള്ള ജീവിത മാർഗങ്ങൾ, അതെല്ലാം വിടുതൽ പ്രാപിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശക്തമായി സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, വരുമാന മാർഗങ്ങളെ മുഴുവനും സമർപ്പിക്കുന്ന കർത്താവേ, വ്യവസായ സംരംഭങ്ങള് ചെറുതും വലുതുമായ എല്ലാം സമർപ്പിക്കുന്ന കർത്താവേ, ഈ ആരാധനയുടെ ദിവ്യ ശക്തിയാല് ഈ മക്കളുടെ എല്ലാ നിയോഗങ്ങള് ദൂരങ്ങളിൽ ഇരുന്നുകൊണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലൂടെ പ്രാർത്ഥിക്കുന്ന മക്കളുടെ നിയോഗങ്ങള് സമയം എന്ന പോലെ ഈശോയെ ഇടപെടുന്നതിനെ ഓർ നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിക്കാം. അനുഗ്രഹത്തിൻ അധിപതിയേ, അനന്തകൃപാ പെരും നദിയേ, അനുഗ്രഹത്തിൻ അധിപതിയേ, അനന്തകൃപാ പെരും നദിയേ, അനുദിനം നിൻ പാദംഗതിയേ, അടിയനു നിൻ കൃപമതിയേ, അനുദിനം നിൻ പാദംഗതിയേ, അടിയനു നിൻ കൃപമതിയേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓപ്പറേഷനിലെ നിശ്ചയിച്ചുള്ള രോഗികള്, ഓപ്പറേഷൻ ചെയ്ത് ആശുപത്രിയിൽ കിടക്കുന്നവര്, അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഓപ്പറേഷൻ നിശ്ചയിച്ചിട്ടുള്ളവർ, ഓപ്പറേഷൻ ചെയ്ത് ആശുപത്രിയിൽ കിടക്കുന്നവർ, അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കല്യാണം നിശ്ചയിച്ചിട്ടുള്ള ഡേറ്റുകൾ, മനസ്സ് ചോദ്യത്തിൻ്റെ ഡേറ്റുകൾ, ഇപ്പോൾ തീയതികൾ ഓർക്കുക. യാത്രയ്ക്കുള്ള തീയതികൾ, ജോലിക്കുള്ള തീയതികൾ, ഇൻ്റർവ്യൂവിനുള്ള തീയതികൾ ഓർക്കുക. തീയതിയും സമയവും ഓർത്ത് പ്രാർത്ഥിക്കുക. യാത്രക്കുള്ള തീയതികൾ, വീട് വെക്കാനുള്ള തീയതികൾ, കയറി പൊറുക്കാനുള്ള തീയതികൾ, പാല് കാച്ചാനുള്ള സമയങ്ങളെല്ലാം ഓർക്കുക. ആ സമയങ്ങളിലെല്ലാം അമ്മയുടെ പ്രത്യേക സാന്നിധ്യം ഉണ്ടാകാൻ വേണ്ടി അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. കൊടുക്ക വാങ്ങലിൻ്റെ ക്രയവിക്രയത്തിൻ്റെ സമയങ്ങൾ, നേർച്ച വസ്തുക്കൾ എടുക്കുക കയ്യിൽ. എല്ലാ നേർച്ച വസ്തുക്കളും കയ്യിലെടുക്കുക. അച്ഛൻ പറഞ്ഞിട്ട് ഉയർത്തിയാൽ മതി, ഉയർത്താൻ നേരത്ത് പറയാം. ഇപ്പോൾ അറിയിപ്പിൻ്റെ സമയമായതുകൊണ്ട് ഒരുങ്ങിയിരിക്കുക. പത്രത്തെക്കുറിച്ച് തന്നെയാണ് ആദ്യത്തെ അറിയിപ്പ്. ഉടമ്പടി ഒരു വിശ്വസ്തതയുടെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നോക്കുന്നത് നിങ്ങളുടെ വിശ്വസ്തതയായിരിക്കാം. ഇപ്പോഴും മാർച്ച് മാസത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉടമ്പടി പുതുക്കിയെന്നും പറഞ്ഞ് മാർച്ച് മാസത്തിൽ പ്രാർത്ഥനയ്ക്ക് വരാതിരിക്കുന്നവരുണ്ട്. അപ്പോൾ അത് ക്യാൻസലാണ്. ഉടമ്പടി മൊത്തം ക്യാൻസലാകത്തില്ല. അവർ ഏപ്രിൽ മാസത്തിൽ നടത്തിയിട്ട് വേണം പിന്നീട് പത്രത്തിൻ്റെ കാർഡൊക്കെ വാങ്ങിച്ച് അവർ മെറിറ്റോറിയസ് ആകാൻ വേണ്ടി. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മാസത്തിൽ 8 പ്രാർത്ഥനയുണ്ട്. അപ്പോൾ അതിൽ ഒരെണ്ണത്തിന് പോലും വരാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങളത് മനസ്സിലാക്കണത് ആ വ്യക്തി വരാൻ തീരുമാനിക്കണില്ലെന്നാണ് മനസ്സിലാക്കണത്. പിന്നെ നിങ്ങൾ കാര്യം കാണാൻ വേണ്ടി വരുമ്പോൾ വിഷയം മാറും. കാര്യം നിങ്ങൾ ഉടമ്പടിയുടെ ഫേക്കാണ്. കാര്യം ഉടമ്പടി കാര്യം കാണാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കി വെച്ചുള്ള രീതിയിലാണ് ദൈവത്തെ സമീപിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ദൈവമല്ല പ്രാധാന്യം, നിങ്ങളുടെ വിഷയത്തിനാണ് പ്രാധാന്യം. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന്
ഉടമ്പടി പാലിച്ചും തീർക്കാൻ വേണ്ടി ആ എണ്ണം തികച്ചെടുക്കുന്ന സാങ്കേതിക പരിപാടിയാണ് കയ്യിലിരിക്കുന്നത്. ഇപ്പോൾ 8 പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഒരെണ്ണമെങ്കിലും കാര്യം 1 മാസം ഉടമ്പടി നിലനിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾ ഒരു പ്രാർത്ഥന എങ്കിലും 1 മാസം കൂടാനാണ് പറഞ്ഞിരിക്കുന്നത്. 1 മാസം 1 പ്രാർത്ഥന കൂടുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പത്രത്തിൻ്റെ കാർഡ് വെച്ചാണ് ഞങ്ങൾ നിങ്ങൾ വന്നോ ഇല്ലയോ എന്ന് മനസ്സിലാക്കേണ്ടത്. അവിടെയും കള്ളത്തരം കാണിക്കുന്നുണ്ട് ആൾക്കാർ. കാര്യം എന്താണ്? വീട്ടുകാരെ കൊണ്ട് ആരെങ്കിലും കൊണ്ട് പത്രം മേടിപ്പിച്ചെടുക്കും. പക്ഷേ എന്നാലും കൗൺസിലിംഗ് വരുമ്പോൾ അച്ഛൻ തലയൊക്കെ വെക്കുമ്പോൾ പണ്ട് കുറുക്കൻ ചായത്തിൽ വീണ പോലെ ഇരിക്കും അല്ലേ? ശ്രീകൃഷ്ണനാണെന്നൊക്കെ പറഞ്ഞിരിക്കുകയെങ്കിൽ ശരി, മഴ പെയ്യുമ്പോൾ കളർ പോകും. അപ്പോൾ കളർ മാറ്റുക, കളർ പോയാൽ ഞാൻ അപ്പം പിടിക്കുവാളാം. അത് നിങ്ങൾക്കറിയാമല്ല. ഇങ്ങനെ ഫേക്കായിട്ടുള്ള ആളെ കണ്ടാൽ പിന്നെ വേണമെങ്കിൽ ഉടമ്പടി വരെ ന്യൂട്രലായിട്ട് ക്യാൻസൽ ചെയ്ത് കളയും. കാര്യം അത് കള്ളത്തരം അവർ കാണിക്കണേ. അങ്ങനെ ഒരു പണിയും ചെയ്യരുത്. വളരെ ശ്രദ്ധിച്ച് വേണം. ഇപ്പം നിങ്ങൾ ആരെങ്കിലും കൊണ്ട് മേടിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ വന്ന് പ്രെയർ കൂടാൻ പറഞ്ഞിരിക്കുകയാണ്. ഈ കേട്ട വചനം, ആ വചനം വേറെ സമയത്ത് കേൾക്കാൻ പറ്റുമോ? കേൾക്കാൻ പറ്റത്തില്ല. നിങ്ങൾ യൂട്യൂബ് നോക്കിയോ? ഓരോ ടൈമിലും കർത്താവ് ഓരോ വിഷയമാണ് പറയണത്. ഒന്നും വല്ലതും അല്ലറ ചില്ലറ ആവർത്തിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് മനഃപൂർവ്വം ആവർത്തിക്കണമല്ല, അത് വിശദീകരിക്കാൻ വേണ്ടി വരുന്നതാണ്. അപ്പോൾ ഓരോ ശുശ്രൂഷയും ഒന്ന്. അപ്പോൾ ഇന്ന് വന്നവർ പിന്നെ ഈ മാസം വരണ്ടെന്നേ ഉള്ളൂ. ഇന്ന് വന്നവർ പിന്നെ ഈ മാസം വരേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? യൂട്യൂബിൽ ധ്യാനം കൂടിയിരിക്കണം. യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഏതെങ്കിലും ഒന്നിൽ. യൂട്യൂബിൽ കൂടാൻ പറഞ്ഞ എന്താ കാര്യം എന്നറിയാം? യൂട്യൂബിലാകുമ്പോൾ നെറ്റിൻ്റെ പ്രോബ്ലം ഇല്ല. ഫേസ്ബുക്കിലാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിട്ട് പിടിക്കും. അപ്പോൾ യൂട്യൂബിലാകുമ്പോൾ അത്രയും പ്രോബ്ലം വരുന്നില്ല. അതുകൊണ്ടാണ് യൂട്യൂബിൽ കൂടാൻ പറയണത്. അപ്പോൾ ഇപ്പോഴേ ഈ സമയത്ത് ധ്യാനം കൂടുന്നവരുണ്ട്, ഒരു 4000 പേരോളം ഉണ്ട്. പക്ഷേ ഇനി സന്ധ്യക്കുള്ളിൽ അത് 27,000 പേരാവും. നാളെ മറ്റന്നാൾ നോക്കുമ്പോൾ 42,000 ആകും. എന്താ കാര്യം? ഇപ്പം കൂടാൻ പറ്റാത്ത ആൾക്കാർ ഏതെങ്കിലും സമയം അവർ ഡ്യൂട്ടിയും കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് പോരുമ്പോൾ വണ്ടിയിൽ മൊബൈൽ വെച്ച് ചെവി വെച്ചുകൊണ്ട് ആ ധ്യാനം കൂടും. അതാണ് ചെയ്യണത് അവർ. അപ്പോൾ ലൈവിൽ കൂടാൻ സമയം കിട്ടുന്നത് കൂടുക, അല്ലാത്തവർ അതിന് ശേഷം അത് കൂടണം. കാര്യം അതെന്താണ്? 6 കാര്യങ്ങളല്ലേ ഉടമ്പടി വെക്കണത്. അപ്പോൾ 6 ധ്യാനം നമ്മൾ ഒരു മാസം കൂടണം. ഒരെണ്ണം മാത്രമേ ഇവിടെ വന്ന് കൂടാൻ അനുവാദമുള്ളൂ. ബാക്കി 5 നമ്മൾ യൂട്യൂബിലാണ്, പിന്നെ ഷാലോൺ TV കൂടാ. ഇപ്പോൾ അമേരിക്കൻ മലയാളം TV-യിലും ഉണ്ട്, മരിയൻ TV-യിലും ഉണ്ട്. അപ്പോൾ അതിൻ്റെ അത് അവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ അമേരിക്കൻ മരിയൻ TV-യിൽ കൃപാസന പ്രോഗ്രാം എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 ഉണ്ട്. ഇപ്പോൾ അടുത്ത ആഴ്ചയിൽ ഓശാന ഞായറാഴ്ച രാജു TV-യിലുമുണ്ട്. രാജു TV-യിലും ഓശാന ഞായറാഴ്ച ഈസ്റ്റർ ഞായറാഴ്ച ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒരെണ്ണം കൂടുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഷാലോൺ TV-യിലാണെങ്കിൽ തിങ്കളാഴ്ച 1:30 മണിക്ക്, ഉച്ചയ്ക്ക് 1:30 മണിക്ക്, വെള്ളിയാഴ്ച രാവിലെ 8:30 മണിക്കാണ് അതിൻ്റെ ടൈം. ഇനി മൊബൈൽ കൂടുതൽ യൂസ് ചെയ്യുന്ന ആൾക്കാരെ ഞങ്ങൾ ഇവിടെ ആപ്പ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. കൃപാസനത്തിൻ്റെ ആപ്പ് കിട്ടിയാലുള്ള ഗുണം എന്താ അറിയാവോ? പിന്നെ നിങ്ങൾക്ക് ആപ്പ് മാത്രം നോക്കിയാൽ മതി. അതിൻ്റെ അകത്ത് എല്ലാ കൃപാസനത്തിൻ്റെ മുഴുവൻ വീഡിയോസ് ഉണ്ടാകും, സമയം ചേഞ്ച് ഉണ്ടാകും, എല്ലാം അറിയിക്കും. ഇപ്പോൾ സമയം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശനിയാഴ്ചയല്ലേ, ചിലപ്പോൾ അടുത്ത മാസം നിങ്ങൾ വരുമ്പോൾ ഈ ടൈം മാറിപ്പോവും. കാര്യം ഈ ആൾക്കാരിങ്ങനെ കൂടുന്ന കാരണമേ നമുക്കിങ്ങനെ ഇവിടെ കൊള്ളാത്തൊരവസ്ഥ വരുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഈ 52 ബാത്റൂം ഉണ്ടെന്നുണ്ടെങ്കിലും ഇത് ക്ലീൻ ചെയ്യുക എന്നുള്ളതും ഇത് കാലി ചെയ്യുക എന്നുള്ളതും ഒരു മാസം തന്നെ ഏതാണ്ട് 27,000 രൂപ വരുന്നുണ്ട് ക്ലീനിങ് മാത്രം. അതാണ് വരുന്ന വിഷയം. കാര്യം ജനങ്ങളെല്ലാം വരുന്നു, അതനുസരിച്ച് ഇവിടെ സൗകര്യം ഇപ്പോൾ നമുക്ക് കുറഞ്ഞു. അതുകൊണ്ട് നമ്മൾ വേറെ ഒരു സ്ഥലത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ കുറച്ച് പേര് മോളിൽ നിൽക്കുന്നവർക്ക് കർത്താവിനെ നേരിട്ട് കാണാൻ പറ്റും, TV-യിലേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒറ്റ ഗ്രൗണ്ടാക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ റോഡിൻ്റെ പടിഞ്ഞാറ് വശത്താണ് നമ്മളത് പ്ലാൻ ചെയ്യണത്. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കോടികളാകും, പക്ഷേ നിങ്ങൾ ശരിക്കും പ്രാർത്ഥിക്കണം. തന്നെയല്ല നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ ഞങ്ങളൊരു സ്ഥലം അഡ്വാൻസ് കൊടുത്ത് ലോക്ക് ചെയ്തിടും, അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകാതിരിക്കാം. നമ്മൾ അങ്ങനെ പിന്നെ അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പണമുള്ളവരെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നേർച്ച ആയിട്ട് നടത്തുന്നവരുണ്ടല്ലോ, ഇപ്പോൾ വസ്തു വിൽക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഇല്ലേ. അപ്പോൾ അമ്മയോട് പറയാം, അമ്മയ്ക്ക് 2 സെൻറ്റ് സ്ഥലം ഞാൻ വാങ്ങിച്ചു തന്നോളാം പറയണം. 2 സെൻറ്റ് സ്ഥലം മേടിക്കുക. അപ്പോൾ അങ്ങനെ പറയുന്നവരുണ്ട്. 2 സെൻറ്റ് സ്ഥലം, 3 സെൻറ്റ് സ്ഥലം, 5 സെൻറ്റ് സ്ഥലം വരെ വാഗ്ദാനം ചെയ്യുന്നവരുണ്ട്.
അപ്പോൾ ആ എമൗണ്ട് നിങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാൻ നോക്കണം. എന്നിട്ട് നിങ്ങളുടെ പേരിൽ തന്നെ പ്രമാണം ചെയ്ത് കൃപാസനത്തിൻ്റെ ഉപയോഗത്തിനായിട്ട് അമ്മയ്ക്ക് കൊടുക്കുക. അല്ല, കൃപാസനത്തിൻ്റെ പേരിൽ പ്രമാണം ചെയ്ത് നിങ്ങളുടെ പേരും അഡ്രസ്സും ഒക്കെ ആ സ്ഥലത്ത് നമ്മൾ സൂക്ഷിക്കും. അപ്പോൾ ഇവിടെ ധ്യാനകേന്ദ്രം പക്ഷേ ഉടമ്പടി പ്രാർത്ഥന ഒരിക്കലും ഇവിടുന്ന് പോകത്തില്ല. കാര്യം എന്താ, അമ്മ പ്രത്യക്ഷപ്പെട്ടത് ഇവിടെയല്ലേ. അപ്പോൾ ഇവിടുന്ന് ഒരിക്കലും ഉടമ്പടി പ്രാർത്ഥന പോകത്തില്ല. ആരാധന നമ്മൾ പുറത്തേക്ക് പോകും. കാര്യം നല്ല ബാത്റൂം സ്ഥലവും ആൾക്കാർക്ക് ഇരിക്കാൻ പോലും പറ്റണില്ലല്ലോ. ഇരിക്കാൻ ഇപ്പോൾ ഞായറാഴ്ചയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞായറാഴ്ച മാറ്റിയത് അതാണ്. 3 പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് പോലീസുകാർ വന്ന് നമ്മളെ സഹായിച്ചത് കഴിഞ്ഞ പ്രാവശ്യം. റോഡിലായിപ്പോയി ആൾക്കാർ. അപ്പം അതുകൊണ്ട് നിങ്ങൾ സ്ഥലത്തിൻ്റെ കാര്യത്തിന് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഇപ്പോൾ രൂപതയുടെയൊക്കെ ഔദാര്യം, പള്ളിയുടെ ഔദാര്യം, വേറെ ചില ആൾക്കാർ സഹായിക്കാൻ കൊണ്ടാണ് വണ്ടി പാർക്ക് ചെയ്യണത്. വണ്ടിക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് വേണമെങ്കിൽ സ്ഥാപനത്തിന് അടച്ചുപൂട്ടാൻ പറയാം. കാര്യം ഇവിടെ ട്രാഫിക് പ്രോബ്ലം ഉണ്ടാവും. അതൊക്കെ അങ്ങനെ സീരിയസ് ആയിട്ടുള്ള കുറേ വിഷയങ്ങളുണ്ട്. പിന്നെ എനിക്കുള്ള ധൈര്യം എന്ന് പറയുന്നത് അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടമാണ്. അപ്പോൾ അമ്മയാണ് തീരുമാനിക്കണത്, രാജ്യം പോലും അല്ല. കാര്യം രാജ്യത്തിന് നിയമങ്ങളെപ്പോലും മാറ്റിയിരിക്കുന്നത് അമ്മയാണ്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോണത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധയുള്ളവർ. കാരണം കൃപാസനത്തിന് സ്വസ്ഥമായി ധ്യാനിക്കാനുള്ളൊരു ഇടം കിട്ടണം. നമ്മുടെ അടുത്ത് തന്നെ കിട്ടണം. അമ്മ സന്നിധാനത്തിൻ്റെ പ്രദേശത്ത് തന്നെ കിട്ടണം. അത് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. പിന്നെ സ്ഥലം വാങ്ങിച്ച് തരാൻ പറ്റുന്നവരൊക്കെ ഉണ്ട്. അവർ പലരും വന്ന് ഇവിടെ ഓഫർ ചെയ്തിട്ടുണ്ട്. 2 സെൻറ്റ് സ്ഥലവും 3 സെൻറ്റ് സ്ഥലമൊക്കെ. അങ്ങനെ ഒരു 100 പേരാകുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് സ്ഥലമാകും നമുക്ക്. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ നിങ്ങളോടിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു പ്രാർത്ഥന ആവശ്യമെന്ന രീതിയിൽ പ്രാർത്ഥിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ ഒരു കാരണവശാൽ അപ്പോൾ ഇന്ന് തന്നെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പക്ഷേ നമുക്കറിയാമല്ലോ, ഈ പത്രം നമ്മൾ എന്തിനാണ് വാങ്ങിക്കുന്നത്? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കാൻ, അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ. അത് ആരാ കൊടുക്കേണ്ടത്? നമ്മൾ തന്നെയാണ് വെയിലും കൊണ്ട് നടന്ന് കൊടുക്കേണ്ടത്. പറഞ്ഞു കൊടുക്കണം, പ്രാർത്ഥിച്ച് കൊടുക്കണം. നമ്മൾക്ക്